ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ ഹോട്ടലിലൊക്കെ ചെന്നാൽ നല്ല മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ കിട്ടുന്ന നല്ല തിക്ക് ഗ്രേവിയുള്ളൊരു മീൻ കറിയുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. കറക്റ്റ് റെസിപ്പി കിട്ടുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു 3/4 കിലോ അയല ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് മീഡിയം സൈസിലുള്ള 3 സവാള, ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം. സവാള പൊടിയായിട്ട് അരിയണമെന്നില്ല. ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് വഴന്നു കിട്ടാനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. സവാള ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായിരിക്കണം. വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ അരച്ചു വെച്ച സവാളയും തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുത്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് കയ്യിലില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടില്ല. സാധാരണ ഒഴിക്കുന്നതിൽ അല്പം കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. സവാളയും തക്കാളിയൊക്കെ വഴറ്റി അരച്ചെടുത്തത് കൊണ്ട് ചാറ് ഒത്തിരി കുറുകിപ്പോവും. 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തവി ഉപയോഗിച്ച് അരപ്പൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത്. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ച അയല ചേർത്ത് കൊടുക്കാം. അയല കഷ്ണങ്ങളാക്കാത്തത് കൊണ്ട് അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. അയല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് അതിൻ്റെ ചാറൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഉലുവ പൊട്ടിക്കാതിരുന്നത് ഉലുവാപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഉലുവ മൊത്തത്തോടെ കിടക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കണ്ടോ, കറിയൊക്കെ നല്ല തിളച്ച് കുറുകിയ ഗ്രേവിയോടുകൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ വെള്ളയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്